പിലാത്തറ പാപ്പിനിശ്ശേരി KSTP റോഡിൽ താവം റെയിൽവേ മേൽപ്പാലം 2 മാസത്തോളം പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചുകൊണ്ടായിരുന്നു അറ്റകുറ്റപ്രവൃത്തി നടത്തിയത്. പാലത്തിലെ പൊട്ടിപ്പൊളിഞ്ഞ ടാറിങ്ങും കോൺക്രീറ്റും ഇളക്കി മാറ്റി മൈക്രോ കോൺക്രീറ്റ് നടത്തിയ ശേഷം വീണ്ടും മെക്കാഡം ടാറിംഗ് നടത്തുകയായിരുന്നു. ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച നിർമ്മാണ പ്രവൃത്തി പാഴായ അവസ്ഥയിലാണിപ്പോൾ. പാലത്തിലെ കുഴികളിൽ വീണ് യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നത് പതിവായി മാറിയിരിക്കുകയാണിവിടെ. ഇതുവഴി ജീവൻ പണയം വെച്ചാണ് കടന്നു പോകുന്നത് എന്ന് യാത്രക്കാർ പറയുന്നു. ഞാൻ ഇങ്ങോട്ട് പോകുന്ന വ്യക്തിയാണ്. ഞാൻ രാമന്തളി പോകുന്നതാണ്, കണ്ണൂർ രാമന്തളി പോകുന്നത്. അങ്ങനെ രാത്രി ചിലപ്പോൾ കുട്ടിയും വൈഫും ഉണ്ടാവും. അന്നേരം ഈ വെള്ളം എന്ന് പറഞ്ഞാല് നമുക്ക് മനസ്സിലാവില്ല. ഫോറവിലാണെങ്കിൽ പ്രശ്നമില്ല, നമ്മള് ചൂടിലാകുമ്പോൾ കുറച്ച് കുട്ടികളുണ്ടാകുമ്പോൾ കുടിക്കാൻ കഴിയില്ല രാത്രി. പിന്നെ മഴയും പോലെ ഒന്നും പറയണ്ട. അങ്ങനത്തെ ഇത് കുറെ കാലം അടച്ചിട്ടിട്ട് റെഡിയാക്കിയ പാലാണ്. ഇതാ കാണില്ല, ഇപ്പൊ കമ്പി പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ സാരി ഒന്നും സാരി ചിലപ്പോൾ വേണ്ടത് ഇതാവും ചെയ്യാം, കുടുംബം ചെയ്യാം. അങ്ങനത്തെ അവസ്ഥ ഇതിനകത്ത് ബന്ധപ്പെട്ടവരെ പെട്ടെന്ന് ശരിയാക്കുക, യാത്ര സുഖമാക്കുക. ഈ മഴ പെയ്താൽ ഇങ്ങനെ മഴയിൽ വെള്ളം കുടിഞ്ഞാൽ നമ്മളെങ്ങനെ പോവുക? പാലാരിവട്ടം പണിത അതേ കരാറുകാർ തന്നെയാണ് പഴയങ്ങാടിയിലെയും പാപ്പിനിശ്ശേരിയിലെയും മേൽപ്പാലങ്ങൾ പണിതത്. പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചതു മുതൽ പരാതിയുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവൃത്തി നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി.